രണ്ടാഴ്ചയായിട്ട് കടന്നപ്പോഴും ബക്രീദ് ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിനെ വീണ്ടും പഞ്ഞിക്കിട്ട് ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ മലയാള ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ 8ാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും 8 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതിവേഗത്തിൽ 100 കോടി 200 കോടി നേട്ടമായിട്ട് മുന്നേറുകയാണ് ലാലേട്ടൻ ചിത്രം. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ 2 ഭാഗങ്ങൾ അണിയിച്ച ജിത്തു ജോസഫ് തന്നെയാണ് ഈ ഒരു സിനിമയെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 8 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 214 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ തന്നെ അതിവേഗത്തിൽ ചിത്രം 3 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ 50 കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 8ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 5 കോടി 74 ലക്ഷം രൂപയോളം 8ാം ദിനം സ്വന്തമാക്കിയിട്ടുണ്ട്. 2 ആഴ്ചയായിട്ട് കടന്ന ചിത്രം പെപ്പെ ചിത്രം കാട്ടാളൻ ഇറങ്ങിയിട്ടും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കിട്ടിയിട്ടും യാതൊരുവിധ ഇടിവും ഉണ്ടാകാതെ കളക്ഷനെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല ഓവർസീസിന് നല്ലൊരു കളക്ഷനാണ് ചിത്രം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിൽ ഇത്രയും മികച്ചൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ കളക്ഷനോടെ പുറത്തു വരുമ്പോൾ ചിത്രം ലോകയെ മറികടന്ന് 300 കോടി നേടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ദൃശ്യം 3 മാറുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ദൃശ്യം 3യുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.